കട്ടപ്പന മർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ റവന്യൂ മന്ത്രി കെ രാജന് നിവേദനം നൽകി. ജില്ലയിലെ വിവിധ ഭൂവിഷയങ്ങളിലടക്കം ചൂണ്ടിക്കാട്ടി പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടാണ് നിവേദനം നൽകിയത്. കട്ടപ്പന മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് സാജൻ ജോർജ്, സെക്രട്ടറി ജോഷി കുട്ടട എന്നിവരുടെ നേതൃത്വത്തിലാണ് നിവേദനം കൈമാറിയത്. ജില്ലയിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന വിവിധ ഭൂവിഷയങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇവയ്ക്ക് പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കട്ടപ്പന മർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ റവന്യൂ മന്ത്രിയെ നേരിൽ കണ്ട നിവേദനം കൈമാറിയത്. ഭൂപതിവ് ചട്ടങ്ങളുമായി ബന്ധപ്പെട്ടും നിർമ്മാണ നിരോധനം, ക്വാറികളുടെ പ്രവർത്തനം, നിർമ്മാണ മേഖലയുടെ പ്രതിസന്ധി, പത്ത് ചെയിൻ മേഖലയിലെ പട്ടയ പ്രശ്നങ്ങൾ, കട്ടപ്പനയിലെ ഷോപ്പ് സൈറ്റ് പട്ടയം തുടങ്ങി മലയോര ജനത അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കണം എന്ന ആവശ്യമാണ് നിവേദനത്തിൽ ഉള്ളത്. കട്ടപ്പന മർച്ചന്റ്സ് അസോസിയേഷൻ കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി പി രാജന് ഇന്നൊരു നിവേദനം കൊടുക്കുകയുണ്ടായി. അതായത് ഇടുക്കി ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇന്നുണ്ടായിരിക്കുന്ന ഭൂപ്രശ്നങ്ങളും നിർമ്മാണ നിരോധനവും ഷോപ്പ് സൈറ്റ് പട്ടയങ്ങളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആ നിവേദനം കൊടുത്തിരിക്കുന്നത്. അതിന് തക്കതായ ഒരു മറുപടി മന്ത്രിയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. എല്ലാം പ്രോസസ്സിങ്ങിലാണ്. ആ പ്രോസസ്സിങ്ങിൽ അത് നടന്നുകൊണ്ടിരിക്കുന്നു. അധികം വൈകാതെ തന്നെ അതിനൊരു മറുപടി, അതിന് ഭേദഗതി ഉണ്ടാക്കി LDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത്, ഈ അടുത്ത കാലത്ത് തന്നെ അതിന് കൃത്യമായ ധാരണയും തീരുമാനവും ഉണ്ടാകുമെന്നാണ് മന്ത്രി നമ്മളോട്. നിവേദനം സമർപ്പിച്ചതിന് മറുപടിയായി വിഷയങ്ങളെല്ലാം പരിഹരിക്കുന്ന സംബന്ധിച്ച നടപടിക്രമങ്ങൾ അന്തിമഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. താമസം കൂടാതെ ഇവയെല്ലാം പരിഹരിക്കപ്പെടുമെന്ന് മന്ത്രി ഉറപ്പു നൽകിയതായി കട്ടപ്പന മർച്ചന്റ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. കട്ടപ്പന മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് സാജൻ ജോർജ്, സെക്രട്ടറി ജോഷി കുട്ടട, വൈസ് പ്രസിഡന്റ് ബൈജു വേമ്പേനി, മറ്റു ഭരണസമിതി അംഗങ്ങൾ എന്നിവരും ചേർന്നാണ് നിവേദനം കൈമാറിയത്. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.